Greetings and welcome back to Brown Girl. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. അതായത് കർണാടകക്കാരുടെ ഫേമസ് ആൻഡ് അവരുടെ പ്രിയപ്പെട്ട ഒരു ഡെസേർട്ടാണ് ഒബ്ബോട്ടു. ഇതിന് കേരളത്തിൽ നമ്മൾ ബോളി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ബേളെ ഒബ്ബോട്ടു ആണ്. ബേളെ ഒബ്ബോട്ടു എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അപ്പം അതിന് നമ്മൾ ആദ്യം 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ആയതിനു ശേഷം മാത്രം കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് ലൂസായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. അത് തിക്കായാൽ ഹാർഡായി പോവും. അപ്പോൾ നല്ലൊരു സ്റ്റിക്കി ആവുന്ന പരുവത്തിൽ അതിൻ്റെ ഗ്ലൂട്ടിനൊക്കെ ഇറങ്ങി വന്നൊരു സ്റ്റിക്കി ആവുന്നവരെ നമ്മൾ വെള്ളം ഇട്ട് അതിനെ മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിന് തേച്ച് കൂട്ടുക നന്നായിട്ട്. നല്ല മയം വരുന്നതുവരെ കുറച്ച് 1 കപ്പ് എണ്ണയാണ് ഞാൻ ഈ 1/2 കിലോ മൈദയ്ക്ക് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് കൂട്ടിയിട്ട് ബാക്കിയുള്ള എണ്ണ അതിൽ സോക്ക് ചെയ്യാൻ, അതിൽ കുതിർത്ത് ഇരിക്കാൻ വേണ്ടി ബാക്കിയുള്ള എണ്ണ ഇട്ടിട്ട് 1 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ മാക്സിമം നിങ്ങൾക്ക് അതിന് മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിച്ച് നല്ലപോലെ ആ പശ വന്നതിന് ശേഷം മാത്രമേ എണ്ണ ചേർത്ത് തുടങ്ങാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലപോലെ കഴുകി വാരിയിട്ട് പരിപ്പ് 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം കഴുകി വാരി അതിന് വേവിച്ചെടുക്കുക. അത് നല്ലപോലെ സ്മൂത്ത് ആവണം. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ സ്മൂത്ത് ആവണം. ഈ പരിപ്പിന്റെ ബാക്കി വന്ന വെള്ളം നിങ്ങൾ പേടിക്കേണ്ട. അത് നിങ്ങൾക്ക് രസത്തിനോ എന്തെങ്കിലും ഉപയോഗിക്കാം. എന്തായാലും ഞാൻ മറ്റൊരു ദിവസം ആ ചാറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ കാണിച്ചു തരുന്നതായിരിക്കും. ശർക്കര നമ്മൾ അതേപോലെ തന്നെ 1/2 കിലോ മൈദ, 1/2 കിലോ പരിപ്പിന് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് പൊടി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ മണ്ണുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അധികം വെള്ളമില്ലാതെ തിളപ്പിച്ച് അതിനെ അരിച്ചെടുക്കുക. വെള്ളം തീരെ കുറവ് ഒഴിക്കുക. വെള്ളം നമ്മൾക്ക് ഇതിന് ഒട്ടും ആവശ്യമില്ല. ശർക്കരയ്ക്ക് മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് ശർക്കര പൊടിയിടുക. അതിനുശേഷം നമ്മൾ വേവിച്ച പരിപ്പും തേങ്ങയും ശർക്കരയും ഏലക്കായും കൂടി മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരട്ടിയെടുക്കാം വെള്ളം കളഞ്ഞ്. അതല്ലെങ്കിൽ അടിച്ചതിന് ശേഷം വരട്ടിയെടുക്കാം. തീരെ വെള്ളമില്ലാതെ ഞാനിതിനെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇതിനെ തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂറോ ഞാൻ വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഈ പരുവത്തിൽ വരണം, വിട്ടുപോകരുത്. എന്നാൽ നല്ല ലൂസായിട്ടത് വരണം. കൈയുടെ അകത്ത് കുറച്ച് എണ്ണ തൂത്തിട്ട് നമ്മളിതിന് കുഞ്ഞു ബൗൾസ് ആക്കി എടുക്കുക. ഇതിനകത്തുള്ള ഫില്ലിംഗ് പരിപ്പ് ഈ മാവിനേക്കാളും കുറച്ച് വലുതായിരിക്കണം. മാവ് കുറവ് മതി. അകത്ത് ഫില്ലിംഗ് ആണ് അധികം വേണ്ടത്. എന്നിട്ട് അതിന് കൈ കൊണ്ട് ഫുൾ അതിന് സീൽ ചെയ്യുക. പരിപ്പിന്റെ മിക്സ് അകത്ത് വെച്ചിട്ട് ഫുൾ മൈദ കൊണ്ട് അതിനെ സീല് ചെയ്ത് വെക്കുക. ഒട്ടും വെള്ളം തൊടരുത്. എണ്ണ കൊണ്ട് മാത്രം നിങ്ങൾ അതിനെ റോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു വാഴയിലയിലോ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ചിട്ട് അതിന്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് വെച്ചിട്ട് വേണം അതിനെ പരത്തിയെടുക്കാൻ. സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ മൈദ മാത്രം സൈഡിൽ വരും, പരിപ്പെല്ലാം സെന്ററിലായി പോകും. അതുകൊണ്ട് സെന്ററിൽ നിന്ന് പതിയെ പ്രസ് ചെയ്ത് ആ പരിപ്പിന്റെ മിക്സ് എല്ലാ സൈഡിലേക്കും ആക്കിയെടുക്കുക. അതിനുശേഷം അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു സൈഡ് വേവാൻ വിടുക. ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം അത് തിരിച്ചിടുക. അതല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. വെന്തതിന് ശേഷം അതിൽ കുറച്ച് നെയ്യ് തൂത്തെടുക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. ചുടുന്ന സമയത്ത് നെയ്യ് തൂക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. നമ്മൾക്ക് ഇങ്ങനെ കൈ കൊണ്ടും ഇത് പരത്താം കേട്ടോ. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് റോളറിന്റെ ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കാം. എപ്പോഴും സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇടാൻ. പക്ഷെ നമ്മൾ ചുടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ നോക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് വേവാൻ ബുദ്ധിമുട്ടാകും.
അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് വെന്തതിന് ശേഷം മുകളിൽ ചെറിയ ബബിൾസ് വന്നു കഴിയുമ്പോൾ അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് നെയ്യ് തൂത്ത് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കുന്ന സാധനമാണ്. അപ്പം അതിൻ്റെ മുകളിൽ തണുത്ത പാലിട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തണുത്തതാണ് നിങ്ങൾ കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടെ അതിൻ്റെ മുകളിൽ തണുത്ത പാലും നെയ്യും കൂടി ഇട്ടിട്ട് കഴിക്കണം. അതാണ് അതിൻ്റെ യഥാർത്ഥ രുചി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാല്യുബിൾ കമൻസ് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ. ബൈ.